ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا സത്യവിശ്വാസി വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും വളർത്തുകയാണ് സ്വീകരണം ചെയ്യുകയാണ്. അത്തരത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമകൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് ആ കുളിപ്പിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ വലിയ തയമ്പുകൾ കാണാൻ ഇടയായി. അവർ കുളിപ്പിച്ച് നമസ്കാരം നിർവഹിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ നാട്ടിലെ പല വീടുകളിലും ഭക്ഷണമില്ലാതെയായി പല ആളുകളും പട്ടിണിയിലായി. ആ ഒരു സമയത്താണ് നാട്ടുകാർക്ക് വലിയൊരു കാര്യം മനസ്സിലാക്കുന്നത്. പലപ്പോഴും അവരുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് ആരും അറിയാതെ രാത്രി സമയങ്ങളിൽ ചില ഭക്ഷണ പൊതികൾ ആരോ അവരുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു പോയിരുന്നു. ആ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചിരുന്നത് മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. തൻ്റെ ചുമലിൽ ആ ഭാരമെടുത്ത് ആ പാവപ്പെട്ട ആളുകളുടെ വീടുകൾ കണ്ടെത്തി അദ്ദേഹമായിരുന്നു അവർക്ക് ആ ഭക്ഷണ പൊതികൾ എത്തിച്ചു നൽകിയിരുന്നത്. ഓരോ വീട്ടുകാർക്ക് ആവശ്യമുള്ളത് കൊണ്ടുവരികയും അത് ഒരാളും തന്നെ അറിയാതെ അവിടെ വെച്ച് തിരിച്ചു പോരുകയുമാണ് അദ്ദേഹം ചെയ്തിരുന്ന വലിയൊരു നന്മ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ അത് മറ്റാരും അറിയാതെ ആകണമെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അതിന് വലിയ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മകളിൽ ഒന്നിനെയും നിങ്ങൾ ആരും നിസ്സാരമായിട്ട് കാണരുത്. വലൗ അൻതൽ കാഖാക ബിവജ്ഹി തൽബിൻ, പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ സഹോദരനെ സമീപിക്കുന്നത് പോലും നിങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയാണ് തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരനെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അത് ധർമ്മമാണ്, ദാനത്തിന് തുല്യമാണ് എന്നാണ്. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, ചിരിക്കുക എന്നുള്ളത് പോലും അത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള നന്മകളൊന്നും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് എന്നുള്ളത് തന്നെയാണ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബിയുടെ അടുക്കലേക്ക് വന്ന് ഒരാൾ പറയുന്നുണ്ട്, ഔസിനി നബിയെ, എനിക്ക് നിങ്ങളൊരു ഉപദേശം നൽകണം. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകിയതില്ല, നീ കോപിക്കരുത് എന്ന്. നീ ഒരു കാരണവശാലും ഒരാളോടും കോപിക്കരുത്. കാണുമ്പോൾ ചിരിക്കുകയും ഒരാളോട് കോപിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കിടയിൽ, മനുഷ്യന്മാർക്കിടയിൽ അത് സ്നേഹവും അടുപ്പവുമാണ് വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. നബിയും സ്വഹാബാക്കളും ഒരു യാത്രയിലാണ്. ആ യാത്രക്കിടയിൽ അവർ വിശ്രമിക്കാൻ ഒരു സ്ഥലത്തിറങ്ങി. ആ സമയത്ത് കൂട്ടത്തിലുള്ള ഒരാൾ വിശ്രമിക്കുന്നതിനിടയിൽ ഒന്ന് ഉറങ്ങാൻ വേണ്ടി നിൽക്കാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ യാത്രക്കിടയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്. തൻ്റെ യാത്രയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ അദ്ദേഹം ആ ഉറങ്ങുന്ന സമയത്ത് തൻ്റെ അടുത്ത് തന്നെ വെച്ചാണ് അദ്ദേഹം ഉറങ്ങുന്നത്. താൻ ഉറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് വെച്ച് അയാൾ ഉറക്കത്തിലായി. അങ്ങനെ ഇത് കണ്ട മറ്റുള്ള സഹാബാക്കൾ അദ്ദേഹം ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ചിരുന്ന ആ സാധനങ്ങൾ അവിടെ നിന്നെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ തൻ്റെ അടുത്ത് വെച്ച ആ സാധനങ്ങൾ കാണാതെ അദ്ദേഹം പേടിച്ചു എന്നാണ്. നമ്മളായാലും അങ്ങനെ തന്നെയായിരിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറബ്ബിഅ മുസ്ലിമ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവാദമില്ലാത്തൊരു കാര്യമാണ് മറ്റൊരാളെ പേടിപ്പെടുത്തുക, ഭയപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ തമാശ രൂപേണയാണ് ചെയ്യാറുള്ളത്. സ്വഹാബാക്കളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിനെ പേടിപ്പിക്കണമെന്നോ പ്രയാസപ്പെടുത്തണമോ എന്നുമുള്ളൊരു ചിന്തയൊന്നുമില്ല. തമാശക്ക് ചെയ്തതാണ്. ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിലാണ് പറഞ്ഞത്, ലാ യഹില്ലു, നിങ്ങൾക്ക് അനുവദനീയമല്ല മറ്റൊരാളെ പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. അത്രയും ഗൗരവത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർദ്ദേശം നൽകിയതും. ഒരാളെ പേടിപ്പെടുത്തുന്ന കാര്യം ഒരു മുസ്ലിമിൻ്റെ അടുക്കൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പലപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോകൾ ഇത്തരം വീഡിയോകളാണ്. പ്രാങ്ക് വീഡിയോകൾ എന്നുള്ള പേരിൽ മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ചില വീഡിയോകൾ. ആദ്യ സമയത്ത് പല കളവുകളും പറഞ്ഞ് അവരെ പേടിപ്പെടുത്തും. പിന്നീട് അവരോട് സത്യം പറയും. ആദ്യം അവരെ പ്രയാസപ്പെടുത്തുകയും പിന്നീട് അവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിലാവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരു സമയത്ത് പോലും ഒരാളെ ദുഃഖിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ അത്തരം ഭാഷകളിൽ നമ്മളൊന്നും പറയാൻ പോലും പാടില്ല. ഇനി ഭാഷയല്ല, ആംഗ്യത്തിൽ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, സഫിയ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഒരു സമയത്ത് കുറിയവൾ എന്നുള്ള രൂപത്തിൽ പറയുകയുണ്ടായി. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞത്, ലൗ മുസിജത് ബിമാഇൽ ബഹരി ലാ മസ്ജദതുഹു. ആയിഷ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, നീ സഫിയയെ കുറിച്ച് പറഞ്ഞ ആ ഒരു വേർഡുണ്ടല്ലോ, അത് സമുദ്രത്തിലൊന്ന് കലർത്തുകയാണ് എങ്കിൽ ആ സമുദ്രം മുഴുവൻ ചീത്തയാകാൻ നീ വിളിച്ച ആ പേര് മതി, ആ ഒരു പ്രയോഗം മതി, ആ ഒരു വാക്ക് മാത്രം മതി എന്നാണ്. നമ്മൾ തമാശക്ക് വേണ്ടി വിളിക്കുന്ന ചില പേരുകൾ പല ആളുകൾക്കും നമ്മൾ ഇരട്ട പേരുകൾ വിളിക്കാറുണ്ട്. കളിയാക്കുന്ന ചില പേരുകൾ ഉണ്ടാവും പല ആളുകൾക്കും. പല രൂപത്തിലാണ് നമ്മൾ വിളിക്കാറുള്ളത്. എന്നാൽ അവർക്കത് ഇഷ്ടമില്ല എങ്കിൽ, അവർക്കത് മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കൂടെ ജീവിക്കുന്ന ഒരാൾക്കും വേദനിക്കുന്ന സമീപനം ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നബിയും സ്വഹാബാക്കളും ഒരിക്കലും ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കാൻ, അങ്ങാടിയിലൊരു കടയിൽ കുറേ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഗോതമ്പുണ്ട്, അതുപോലെയുള്ള മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ആ കൂട്ടിവെച്ച ഭക്ഷണ സാധനത്തിലെ ഒരു കവറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല യദഹു ഫിഹാ, ആ കൂട്ടിവെച്ച ഭക്ഷണ പദാർത്ഥത്തിന്റെ അകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈയിട്ടു എന്നാണ്. ആ സമയത്ത് ഫനാലത് അസാബിഉഹു ബലലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്ക് ആ സമയത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ ഒരു നനവ് അനുഭവപ്പെട്ടു. മുകളിൽ നനവൊന്നുമില്ല, ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടപ്പോൾ ചെറിയൊരു നനവ് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ ഹാദാ യാ സാഹിബ തആം. ഭക്ഷണ വിൽപ്പനക്കാരനോട് ചോദിക്കുകയാണ്, എന്താണിത്, ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കയ്യിന് നനവ് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അത് മഴ തട്ടിയതാണ്, അങ്ങനെയാണത് നനഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, കയ്യറാഹുന്നാസ്, എന്നാൽ അത് താങ്കൾക്ക് ജനങ്ങൾ കാണുന്ന രൂപത്തിൽ അത് മുകളിൽ തന്നെ വെച്ചൂടെ, എന്തിനാണ് മറച്ചു വെക്കുന്നത്, ഉള്ളിലേക്കാക്കി വെക്കുന്നത്? എന്തെങ്കിലും ന്യൂനതകളുണ്ട് എങ്കിൽ അത് ആളുകൾ അറിയട്ടെ, അങ്ങനെ തന്നെ വെക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, മൻ അഗശ, ആരെങ്കിലും വഞ്ചന കാണിക്കുകയാണെങ്കിൽ ഫലൈസ മിന്നി, അവർ നമ്മളിൽപ്പെട്ട ആളുകളല്ല. ഒരാളെ വഞ്ചിക്കുകയാണെങ്കിൽ, ഒരാളെ ചതിക്കുകയാണ് എങ്കിൽ അവർ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ന്യൂനത കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വിൽക്കണമെന്നാണ്. അങ്ങനെ വാങ്ങാൻ വരുന്ന ആളുകൾ അതറിയട്ടെ, അറിഞ്ഞുകൊണ്ട് അവർ വാങ്ങുന്നുണ്ട് എങ്കിൽ വാങ്ങട്ടെ. അതല്ലാത്ത രൂപത്തിൽ, അവരെ ചതിക്കുന്ന, വഞ്ചിക്കുന്ന രൂപത്തിൽ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. വഞ്ചന എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വഞ്ചനകൾ മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് ഇന്നുണ്ടാകുന്ന പല വഞ്ചനകളുണ്ട്, പറ്റിക്കപ്പെടലുകളുണ്ട്, ഓൺലൈനുകളിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട്.
ഇത്ര തന്നാൽ ഞങ്ങൾ ഇത്ര കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു നൽകാമെന്ന് പറയുന്ന ആളുകൾ ആദ്യ ദിവസങ്ങളിൽ കൂടുതൽ ലാഭം കൊടുക്കുകയും ആ ലാഭം കിട്ടി ശീലമായപ്പോൾ നേരത്തെ കൊടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മൾ അവരെ വിശ്വസിച്ചേൽപ്പിക്കുകയും ആ ലക്ഷങ്ങൾ ഒരൊറ്റയടിക്ക് എല്ലാം തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾ പല രൂപത്തിലാണ്. ഇങ്ങനെ വഞ്ചന നടത്തി ജീവിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും എന്നിൽപ്പെട്ടവരല്ല എന്നുള്ളത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് നാം കവർന്നെടുക്കാൻ പാടില്ല. അത് മറ്റൊരാളുടേതാണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അത് പിന്നെ നമുക്ക് അനുവദനീയമല്ല. ഇന്ന് നമുക്കൊരു കളഞ്ഞു കിട്ടിയ ഒരു സാധനം നമ്മൾ തിരിച്ചേൽപ്പിക്കുമ്പോൾ അതൊക്കെ വലിയ വാർത്തയായിട്ട് വരും. എന്താണ് ആ വാർത്തക്ക് പ്രാധാന്യമുള്ളത്? അത് നമ്മുടേതല്ല, അത് തിരിച്ചു കൊടുക്കൽ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. അത് വാർത്തയാക്കേണ്ടെന്ന ആവശ്യം തന്നെയല്ല. നമുക്ക് എത്ര ചെറുതാണ് എങ്കിലും എത്ര നിസാരമായതാണ് എങ്കിലും നമുക്ക് കിട്ടിയത് തിരിച്ചേൽപ്പിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ഖദീബൻ മിൻ അറാഖ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലാത്ത ഒരു അറാഖിന്റെ കഷ്ണമാണെങ്കിലും അത് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അറാഖിന്റെ കഷ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ നാടുകളിൽ തെങ്ങിന്റെ ഓല എത്ര സുലഭമാണോ അത്ര സുലഭമാണ് ഈ അറബികൾക്ക് അറാഖിന്റെ ഒരു കഷ്ണം എന്ന് പറയുന്നത്. അത് മറ്റൊരാളുടേതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ നമ്മളത് എടുക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ എത്രയൊക്കെ സാധനങ്ങളാണ് ഒരാളുടെ അനുവാദമില്ലാതെ അവിടെ തോട്ടത്തിൽ നിന്ന് എടുക്കാറുള്ളത്. ഒന്നും പറയൂല, അവർ കാണൂല എന്ന് വിചാരിച്ചിട്ട് ഒരു പറകിൻ്റെ കഷ്ണമാണെങ്കിൽ പോലും അത് മറ്റൊരാളുടേതാണ് എന്ന് നമുക്ക് ഉറപ്പ് ഉണ്ട് എങ്കിൽ അത് എടുക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ നിസാരമായിട്ട് കാണുന്നതാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വളരെ ഗൗരവത്തിലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലും അനുവാദമില്ലാതെ എടുക്കരുത് എന്നാണ്. നമ്മളിൽ പല ആളുകളും എന്തൊക്കെയാണ് ചോദിക്കാതെ അനുവാദമില്ലാതെ എടുക്കാറുള്ളത്. അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയാണ്, നബിയെ, എൻ്റെ മനസ്സ് വളരെയേറെ കഠിനമാണ്, എൻ്റെ മനസ്സ് ലോലമാകാൻ, എൻ്റെ മനസ്സ് വിശാലമാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലെ? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് അതിന് ഉത്തരം നൽകിയത്, നീ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക, പാവപ്പെട്ട ആളുകൾക്ക് നീ ഭക്ഷണം നൽകുക. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വംസഹ് റഅ്സൽ യതീം, നീ യതീമായ മക്കളുടെ തലയിൽ തലോടുക. ബാപ്പയില്ലാത്ത മക്കളെ നീ പരിഗണിക്കുക. ബാപ്പയില്ലാത്ത കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് നിങ്ങൾ പരിഗണിക്കുക, അവന്റെ തലയിൽ ഒന്ന് ഇങ്ങനെ തലോടുക. അപ്പൊ നിങ്ങളുടെ മനസ്സിന് വിശാലത ഉണ്ടാകുമെന്നാണ്, നിങ്ങളുടെ മനസ്സിന് ഒരു ലോലത നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്നാണ്. ഞാനും മരിക്കും, എന്റെ മക്കളും അനാഥരാകും, അവരും ഇങ്ങനെ ജീവിക്കേണ്ടി വരും എന്നുള്ള ഒരു ബോധം ആ സമയത്ത് നമുക്ക് ഉണ്ടാവും. നമ്മുടെ കൂടെ ജീവിക്കുന്ന ബാപ്പയില്ലാത്ത കുട്ടിയെ കാണുമ്പോൾ സ്നേഹം കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ മനസ്സിന് ആ സമയത്ത് അലിവുണ്ടാകും എന്നുള്ളത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് നമുക്ക് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ, നിങ്ങൾ വിധവയായ സ്ത്രീകൾക്കും അതേപോലെ തന്നെ സാധുക്കളായ ആളുകൾക്കും വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാകണം. അവർക്ക് വേണ്ടി സഹായങ്ങൾ നൽകുന്ന ആളുകളാകണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങൾ ഇല്ലാതെയാകാൻ പരിശ്രമിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ കൽ മുജാഹിദ് ഫീ സബീലില്ലാ, ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്ന മനുഷ്യന്റെ പ്രതിഫലമാണ് നിങ്ങൾക്കുള്ളത്. ഇത്തരം ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് എങ്കിൽ മാത്രവുമല്ല, എന്നിട്ട് തുടർന്ന് പറയുകയാണ്, രാത്രി മുഴുവൻ നമസ്കരിക്കുകയും പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കുകയും ചെയ്ത അയാൾക്ക് എത്ര ദർജയാണുള്ളത് അത്രയും പ്രതിഫലമായിരിക്കും ആ മനുഷ്യനുണ്ടാവുക. ഇത്തരം ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപഴകുകയാണ് എങ്കിൽ. മറ്റൊരിടത്ത് നമുക്ക് കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സാധുക്കളെ ക്ഷണിക്കാത്ത സദ്യയാണ് ഏറ്റവും മോശപ്പെട്ട സദ്യ എന്നാണ്. നമ്മൾ അത്തരം ആളുകളെ, അത്തരം പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഗണിക്കുകയേ ഇല്ല. നിങ്ങളുടെ അടുത്ത് സാധുക്കളായ ആളുകളുണ്ട് എങ്കിൽ അവരെ നിങ്ങൾ ക്ഷണിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരെ മറന്നു പോകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ മറക്കുന്നുണ്ട് എങ്കിൽ ലോകത്ത് നടക്കുന്ന സദ്യകളിൽ ഏറ്റവും മോശപ്പെട്ട സദ്യ അതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പാവപ്പെട്ട ആളുകളെ, ബാപ്പയില്ലാത്ത മക്കളെ, വിധവകളായ സ്ത്രീകളെ നിങ്ങൾ പരിഗണിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. മറ്റൊരിടത്ത് നമുക്ക് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഖദ് റഅയ്തു റജുലൻ യതകല്ലബു ഫിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മനുഷ്യനെ കണ്ടു. എന്താണ് ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പോകാനുള്ള കാരണം? ഫീ ശജറത്തിൻ, അതൊരു മരത്തിന്റെ കാരണമാണ്. വഴിയിൽ പ്രയാസമുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു മരത്തെ അദ്ദേഹം വെട്ടിക്കളഞ്ഞതിന്റെ പേരിൽ, നശിപ്പിച്ചു കളഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം സ്വർഗ്ഗത്തിലായതാണ്. ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന ഒരു മരം, അയൽവാസിക്ക് നമ്മുടെ ഒരു മരം ഉപദ്രവമാണ് എങ്കിൽ, ഒരു കാറ്റടിച്ചാൽ അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീടിന്റെ സമീപത്തേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആ മക്കൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലാണ് ആ മരമെങ്കിൽ നമ്മളത് വെട്ടി നശിപ്പിക്കുന്നുണ്ട് എങ്കിൽ, ഇല്ലാതെയാക്കുന്നുണ്ട് എങ്കിൽ അത് അവർക്കൊരു സഹായമാണ്. ആ സഹായം കാരണം നാളെ പരലോകത്ത് നമുക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് ഏത് കാര്യമാകട്ടെ, നിസാരമാകട്ടെ, നമ്മളത് ഇല്ലാതെയാക്കി കൊടുക്കുകയാണ് എങ്കിൽ, അവരുടെ പ്രയാസം മാറ്റി കൊടുക്കുകയാണ് എങ്കിൽ അത് കാരണം പരലോകത്ത് നമുക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്നാണ്. വീണ്ടും പ്രവാചകൻ പറയുകയാണ്, ഇത്തഖൂ അല്ലാഇനീൻ, നിങ്ങൾ ശാപം കിട്ടിയ ആളുകളെ സൂക്ഷിക്കണം. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബകൾ ചോദിക്കുകയാണ്, റസൂലേ, ആരാണ് ഈ ശാപം വാങ്ങിയിട്ടുള്ള ആളുകൾ? ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ യതഖല്ല ഫീ ത്വരീഖിൻ നാസ് ഔ ദില്ലിഹിം, മനുഷ്യർ നടക്കുന്നിടത്തോ അതേപോലെ തന്നെ മനുഷ്യന്മാർ വിശ്രമിക്കുന്ന സ്ഥലത്തോ ആരെങ്കിലും മലമൂത്രം വിസർജനം നടത്തുന്നുണ്ട് എങ്കിൽ അവർക്കാണ്
അല്ലെങ്കിൽ അവരാണ് ശാപം ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകൾ. അപ്പോൾ ആളുകൾ നടക്കുന്ന വഴിയരികിലോ ആളുകൾ വിശ്രമിക്കുന്ന ഒരു തണൽ നൽകുന്ന ഒരു സ്ഥലത്തോ മലമൂത്രം വിസർജനം നടത്തുകയാണ് എങ്കിൽ അവരാണ് ഈ ശപിക്കപ്പെട്ട ആളുകൾ എന്നാണ്. വഴി നടക്കുന്ന ഒരു മനുഷ്യന് പോലും വിശ്വാസിയെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വാക്കാലും അതേപോലെ തന്നെ പ്രവർത്തിയാലും ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തന്നത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. വെറും പറയുക മാത്രമല്ല റസൂൽ ചെയ്തിട്ടുള്ളത്, അത് ജീവിതത്തിലൂടെ എങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്ന് റസൂൽ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റസൂലിനെ കുറിച്ച് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ നിസ്സാരമാക്കി കളയരുത്. ആ മാതൃകയെ സ്വീകരിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാവുക. അല്ലാഹു അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖുല്ലാഹി വഅല്ലാഹ് അല്ലാഹുവിനെ സൂചിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർത്തുകയാണ് വസിയത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല കാര്യങ്ങളിലും പലപ്പോഴും നമ്മൾ അതിന് നേരെ വിപരീതം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. എന്താണോ ഒരു വിഷയത്തിൽ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിന് നേരെ വിപരീതം. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്, നമ്മുടെ നിലപാടുകൾ എങ്ങനെയാണ്, നമ്മുടെ വസ്ത്രധാരണ രീതികൾ എങ്ങനെയാണ്, നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ്, നമ്മുടെ സാമ്പത്തിക രംഗം എങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും നേരത്തെ പറഞ്ഞ ഹദീസുകൾക്കും നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല ഉപദേശങ്ങൾക്കും നേരെ വിപരീതമായിരിക്കും ഞാൻ നിങ്ങളും ഒക്കെ ചെയ്യാറുള്ളത്. വിനയമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് അഹങ്കാരം കടന്നു വരാറുണ്ട്. സത്യസന്ധരാകണം എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചുള്ളത്. പക്ഷേ കാപട്യമാണ് പലപ്പോഴും നമ്മളെ നയിക്കാറുള്ളത്. ഹലാലായ രൂപത്തിലൂടെയാകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല കാര്യങ്ങളിലും ഹറാമിനെയാണ് നമ്മൾ പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലുകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മൾ പ്രവാചകനെ പഠിപ്പിച്ച അല്ലെങ്കിൽ ജീവിച്ച് കാണിച്ചു തന്ന വഴിയിലാണോ, അതല്ല നമ്മുടെ ഇഷ്ടങ്ങൾക്കാണോ നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നത് എന്ന് നമ്മൾ നോക്കുക. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ റഹിബ അൻ സുന്നതി, എൻ്റെ ചര്യയിൽ നിന്ന് ആരെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലുകളെ നമ്മുടെ ജീവിത മാതൃകയാക്കി നമ്മൾ സ്വീകരിക്കണം. അത് നബിയോടുള്ള ബാധ്യത തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. ആ സുന്നത്തുകളെ നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അത്തരം കാര്യം അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പല തെറ്റുകൾ പങ്കിടുന്ന തെറ്റുകളെ നിങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി നൽകിയാണ്. ഞങ്ങളുടെ ഭാവി ജീവിതം നീ